ഇന്നത്തെ മാധ്യമം ദിനപത്രം, ജമാഅത്തെ ഇസ്ലാമിയുടെ കേരളത്തിലെ പത്രമാണല്ലോ മാധ്യമം. അവർ ഇന്ന് പത്രത്തിൻ്റെ ഒരു ജാക്കറ്റ് ഇറക്കിയത്. ജാക്കറ്റിൻ്റെ പുറത്ത് ഭൂമിക്കൊരു ചരമഗീതം, ONV പ്രസിദ്ധമായ കവിത, അതാണ് തലക്കെട്ട്. ഗാസ വംശഹത്യക്ക് 2 ആണ്ട്. അപ്പോൾ ഗാസയിൽ ഹമാസ് ഭീകരർ ഇസ്രായേലിൽ നിന്ന് കയറി വലിയ കൂട്ടക്കൊല നടത്തി 1500ഓളം ആളുകളെ കൊന്നു. അതിൻ്റെ തിരിച്ചടി ആരംഭിക്കുന്ന ഒക്ടോബർ 7 ശേഷമാണ്. അതിനുശേഷം നടന്നതാണ് വംശഹത്യയെങ്കിൽ ഒക്ടോബർ 7 8 ആണ് 2 വർഷം തികയേണ്ടത്. ഇത് ഒക്ടോബർ 3 2 വർഷം തികഞ്ഞിരിക്കുന്നു എന്ന് മാധ്യമം പറയുന്നു. അത് ലോജിക്കലി ശരിയല്ലല്ലോ. ഇനി അതല്ല, പണ്ട് മുതലേ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയാണെങ്കിൽ അതിന് ഡേറ്റ് ഒന്നുമില്ല, 2 വർഷമായിട്ടുള്ളൂ. അപ്പോൾ ഒക്ടോബർ 3 സെലക്ട് ചെയ്തിട്ട് ഗാസ വംശഹത്യക്ക് 2 വർഷമായിരിക്കുന്നു എന്ന് മാധ്യമം പറഞ്ഞതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കളിയുണ്ടോ? അത് അവർക്ക് അതിനെ പറ്റിയിട്ട് കൂടുതൽ വിവരങ്ങൾ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടൈം ലൈൻ ഓഫ് ഗാസ വാർ 2023 ഒക്ടോബർ 7 മുതൽ ഒക്ടോബർ 27 വരെ ഇനീഷ്യൽ അറ്റാക്സ് ഞാൻ വായിക്കുകയാണ്. തുടക്കത്തെ ആക്രമണം ഒക്ടോബർ 7 തുടങ്ങുന്നത്. ഇൻവേഷൻ ഓഫ് ഗാസ സ്ട്രിപ്പ് ഇസ്രയേൽ അധിനിവേശം നടത്തുന്നത് 2023 ഒക്ടോബർ 28 നവംബർ 23. അതായത് ഒക്ടോബർ 7 കഴിഞ്ഞ് പിന്നെയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ്. അതെ, ദിവസങ്ങൾ കഴിഞ്ഞിട്ട്. ആദ്യത്തെ വെടിനിർത്തൽ 2023 നവംബർ 24, 2024 ജനുവരി 11 വരെ. യമൻ വ്യോമാക്രമണം 2024 ജനുവരി 12, 2024 മെയ് 6. റാഫ ഒഫൻസീവ്. ഇങ്ങനെ പോണു. അപ്പോൾ ഇതിൻ്റെ അകത്ത് ലോകത്തിന് അറിയാവുന്നത് ഒക്ടോബർ 7 എന്നുള്ള തീയതിയാണ് ആക്രമിച്ചത്. കാരണം എന്താന്ന് വെച്ചാൽ ടണൽ ഉണ്ടാക്കി ഇസ്രായേലിൻ്റെ ഉള്ളിലേക്ക് കയറി, ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസിന് പിഴവുണ്ടായി, അകത്ത് കയറി ഒരു സംഗീത നിശ നടക്കുന്നു, ഇതിനെ ആക്രമിക്കുന്നു. ആളുകൾ അവിടെ നിന്ന് ഓടുമ്പോൾ ആ പലായനം ചെയ്യുന്നവരെയും ആക്രമിക്കുന്നു, അവരെയൊക്കെ ബന്ദിയാക്കുന്നു, കൊല്ലുന്നു. ഇത് ഒക്ടോബർ 7 ആക്രമിക്കണം എന്നുണ്ടെങ്കിൽ ഒക്ടോബർ 7 മുമ്പ് ആയുധ ശേഖരണം നടക്കണമല്ലോ. അതെ അതെ. അപ്പൊ അതിലെ ഒരു നിർണായക ദിനമായിരിക്കും ഈ ഒക്ടോബർ 3. അത് മീഡിയ വഴിനെ അവർ നേരത്തെ അറിയിച്ചിട്ടുണ്ടാവും. ഒക്ടോബർ 3 ഞങ്ങൾ ഇതിന്റെ സ്വരുക്കൂട്ടാൻ തുടങ്ങി, അതിന്റെ വാർഷികം. പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഇന്ന് ഒക്ടോബർ 3 വേറൊരു വിശേഷമുണ്ട്. ഇന്ന് ഒക്ടോബർ 3 ഇന്ത്യയിൽ ഒരു ബന്ദ് നടത്താൻ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് തീരുമാനിച്ചിരുന്നു. അവർ പറയുന്ന വഖഫ് നിയമ ഭേദഗതിക്കെതിരെ ഒരു ബന്ദ് നടത്തും എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ ഈ മുസ്ലിം സംഘടനകളും മുസ്ലിം പേഴ്സണൽ ലോ ബോർഡും സുപ്രീം കോടതിയിൽ ഹർജി കൊടുത്തിട്ടുണ്ട്. ഒരു ഇൻ്ററിം ഓർഡറും വന്നു. അപ്പോൾ കോടതിയിൽ ഹർജി നിലനിൽക്കെ, കോടതിയിൽ ചോദ്യം ചെയ്തിരിക്കെ എന്തിനായിരുന്നു ഒക്ടോബർ 3 ഒരു ബന്ദ് നടത്താൻ, അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ നടത്താൻ തീരുമാനിച്ചിരുന്നത്? അത് പിന്നീട് മാറ്റിവെച്ചു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ വടക്കേ ഇന്ത്യയിലൊക്കെ ജൻസി കലാപം, ഐ ലവ് മുഹമ്മദ് എന്നുള്ള മോഡലിൽ ഒരു കലാപത്തിലുള്ള ശ്രമം നടത്തിയവർക്കൊക്കെ കാര്യമായി ബോധിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അത് ഉപേക്ഷിച്ചു. അപ്പോൾ ഇനി ഒക്ടോബർ 3 ഈ ബന്ദ് നടക്കുകയും ഇവിടെ ഒരു വലിയ സംഘർഷം ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ അതൊന്ന് ആളിക്കത്തിക്കാൻ വേണ്ടി നേരത്തെ തീരുമാനിച്ചൊരു ജാക്കറ്റ് ആണെങ്കിലോ? ഇന്ന് ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു ഏകാദശി ദിവസമാണ്. അത് പാപമോചനത്തിനുമൊക്കെ ആയിട്ട് വിഷ്ണുവിനെയൊക്കെ നോക്കുന്ന ഈ ആശ്വിന മാസത്തിലെയൊക്കെ ഏകാദശിയുടെ ഇന്ന് പുലർച്ചെ 7 മുതൽ പാരണ വീടുന്നത് നാളെ ആണ്. ഇത് കേരളത്തിൽ ഈ മാർക്സിസ്റ്റുകൾ പിടിച്ചടക്കിയതോടുകൂടി ഏകാദശിയൊക്കെ ആളുകൾ മറന്നുപോയല്ലോ. മുമ്പ് മുത്തശ്ശിമാരും ഒക്കെ ഒരിക്കൽ എന്ന് പറഞ്ഞിട്ടല്ലേ, ഒരിക്കൽ അർത്ഥം അറിയുന്നുണ്ടാവില്ല. അതെ, എല്ലായിടത്തും എല്ലാ വീടുകളിലും ഒരിക്കലുണ്ടായിരുന്നു. അതെ, ഒരിക്കൽ എന്ന് പറഞ്ഞാൽ ഇതിപ്പോ വൺസ് അപ്പോൺ എ ടൈം എന്ന് പറഞ്ഞ അർത്ഥം മാത്രമേ ഇപ്പൊ പിള്ളേർക്ക് അറിയുന്നുണ്ടാവുള്ളൂ. പാരണ വീടുക എന്ന് പറഞ്ഞാൽ എന്താണെന്നും അറിയുന്നുണ്ടാവില്ല. ഞാൻ ആ വാക്ക് മറന്നുപോയിരുന്നു. പാരണ വീടുവാൻ വരിനെല്ലുമായി വന്നു വണ്ണാത്തിക്കുരുവി എന്ന് പറഞ്ഞ സിനിമാ പാട്ടിലും ഉണ്ടത്. അപ്പോൾ പിന്നെ എനിക്ക് തോന്നുന്ന കാര്യം, ഇത് ഹിന്ദുക്കളുടെ ഞാൻ പറഞ്ഞു, ജൂതരുടെ കലണ്ടറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിശുദ്ധ ദിവസമാണ് യോം കിപ്പർ. അപ്പൊ യോം കിപ്പറും ഇതുമായിട്ടൊക്കെ ചേർന്ന് പോകുന്നുണ്ട്. 2-ാം തീയതിയും 3-ാം തീയതിയും ഒക്കെ ആയിട്ട് യോം കിപ്പർ ദിവസമാണ് മുമ്പ് അറബ് രാഷ്ട്രങ്ങൾ, ഈജിപ്തും ഒക്കെ ഇസ്രയേലിനെ ആക്രമിച്ചിട്ട് യോം കിപ്പർ യുദ്ധം ഉണ്ടായത്. അതെ അതെ. അപ്പോൾ അത്
ഒട്ടും പ്രതീക്ഷിക്കാതെ ഇസ്രയേലിന്റെ നേരെ വന്നതാണ്. എന്നിട്ടും ഇസ്രയേൽ പിടിച്ചു നിന്നു. അപ്പൊ യോം കിപ്പർ എന്ന് പറഞ്ഞ വിശുദ്ധ ദിവസമാണ് ബ്രിട്ടനിൽ ഇപ്പോ സിനഗോഗിൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. ആക്രമണം നടത്തിയവന്റെ പേര് തന്നെ ജിഹാദി എന്നാണ്. സിറിയയിൽ നിന്ന് കുടിയേറിയ ഒരു വെസ്റ്റ് ഉണ്ടായി. അപ്പൊ അപ്പോ ഈ ഒക്ടോബർ 3 എന്ന് പറയുന്നത് യോം കിപ്പറുമായിട്ട് ചേർന്ന് വരുന്ന ഒരു ദിവസം. അപ്പോൾ ജൂതന്മാർക്കും ഇസ്രയേലിനോട്ട് പണി കൊടുക്കാൻ പറ്റിയ ദിവസം 3-ാം തീയതി എന്നുള്ളൊരു കാഴ്ചപ്പാട് അതിൻ്റെ അകത്ത് ഉണ്ടാവും. അത് മാത്രമല്ല, ആ ദിവസം തന്നെ ബന്ധു വെച്ചത് ഇന്ത്യയിലുള്ള കാഫറുകൾക്കിട്ടൊരു പണി കൊടുക്കാൻ ഒക്ടോബർ 3 നല്ലതെന്ന് കണ്ടിട്ടായിരിക്കും ബന്ധും അന്ന് പ്ലാൻ ചെയ്തത്. അതെ, കാരണം വിശുദ്ധമായ ഒരു ദിവസം. അവർ നോക്കുമ്പോൾ സ്റ്റാമർ ഡെൻമാർക്കിൽ കോപ്പൻഹാഗനിൽ ഉച്ചകോടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രി ഇല്ല ബ്രിട്ടനില്. ഇത് ഒറ്റയ്ക്കൊരാളാണ് ആക്രമിക്കുന്നതെങ്കിലും പിന്നിൽ എന്തായാലും ആളുകൾ ഉണ്ടാവണമല്ലോ. ഇയാളല്ലെങ്കിൽ ഇയാൾക്ക് മറ്റേ ഹോറിപാദം പോകാൻ വേണ്ടി ചെയ്തതാണല്ലോ ഇത്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഉദ്ദേശിച്ചും ആലോചിച്ചും ആളുകൾ അറിഞ്ഞും ഒക്കെ ചെയ്ത് തന്നെയായിരിക്കും. അപ്പൊ 3ന്റെ പ്രധാനം ഇത് അവര് ഉപവാസമാണ്. ജൂതര് പാരണ വീടുന്ന ദിവസമാണ് ഈ 3 എന്ന് പറയുന്നത്. അപ്പൊ ഏതായാലും മാധ്യമത്തിന് തെറ്റുപറ്റുമെന്ന് കരുതുന്നില്ല. ആലോചിച്ചുറച്ച് തന്നെയായിരിക്കും ഒക്ടോബർ 3. അവർക്ക് ഒക്ടോബർ 7 എന്നൊക്കെ ഉള്ളതൊക്കെ അറിയാമായിരിക്കുമല്ലോ. പിന്നെ അവരുടെ കലണ്ടർ അനുസരിച്ച് ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ. അവർ ഹിജ്റ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ, അതായത് ഒക്ടോബർ വിപ്ലവം എന്ന് പറയുന്നത് നവംബർ 7-ാം തീയതിയാണ്. അങ്ങനെ അവരുടെ കലണ്ടർ അനുസരിച്ചിട്ട് ഇതിൽ മാറ്റം വന്നിട്ടുണ്ടോ, 7-3 ആയിട്ടുണ്ടോ എന്നൊന്നും അങ്ങനെ വരാം. ഇപ്പൊ നമ്മളിപ്പോ ഇന്നത്തെ ഇംഗ്ലീഷ് തീയതിയല്ല മലയാളം കൊല്ലവർഷം കലണ്ടറിലുള്ളത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ പറയണം. ഇത് കാണുമ്പോൾ ഇതിനകത്ത് മാത്രമല്ല വലിയ കാര്യമായി എഴുതി വെച്ചിരിക്കുന്നതൊക്കെ ഞാനൊന്ന് വായിക്കാം. ഒരു എനിക്ക് ക്ലാരിറ്റി ഉണ്ട്. വംശഹത്യ എന്നൊക്കെയാണ്. വംശഹത്യ, അതായത് ഇത് ഇസ്രയേൽ എന്ന് ഇതുവരെ കേൾക്കാത്ത പോലെയും ആ കുഞ്ഞുങ്ങളുടെ ദേഹത്തു നിന്ന് വീഴുന്നത് ചോരയെന്ന് അറിയാത്ത പോലെയും നടിക്കുന്ന മനുഷ്യരെന്ന് വിളിക്കപ്പെടുന്നവർ ഇന്നും ഈ ഭൂമിയിലുണ്ട്. ഇസ്രയേൽ എന്ന് കേൾക്കാത്ത പോലെയും ആ കുഞ്ഞുങ്ങളുടെ ദേഹത്തു നിന്ന് വീഴുന്നത് രക്തമാണെന്ന്, ചോരയാണെന്ന് അറിയാത്ത പോലെയും നടിക്കുന്ന മനുഷ്യരെന്ന് ഭാവിക്കുന്ന ചിലർ. അങ്ങനെ പറഞ്ഞാൽ എനിക്ക് വേറെ ചിലത് പറയാനുണ്ട്. അതായത് ഈ ഓഷ്വിറ്റ്സ്, ജർമ്മനിയിലെ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ, അവിടെ കൊല്ലപ്പെട്ട ജൂത കുഞ്ഞുങ്ങളുടെ എണ്ണം 2,16,000. അപ്പോൾ 18,000 പേരുകൾ എന്ന് പറഞ്ഞാൽ ഇന്നലെ മാർക്സിസ്റ്റ് പാർട്ടി ഒരു പരിപാടി കേരളത്തിൽ മുഴുവൻ നടന്നത്. വേറെ എവിടെയെങ്കിലും മാർക്സിസ്റ്റ് പാർട്ടി നടത്തിയിട്ടുണ്ടാവില്ലോ, കാരണം പാർട്ടി ഇല്ലല്ലോ. പക്ഷെ ഇത് ഇസ്രയേലിൽ നിന്ന് കേൾക്കാത്ത പോലെ എന്ന് പറയുമ്പോൾ ഇവര് ഈ ജമാഅത്തെ ഇസ്ലാമിക്കാർ ഓഷ്വിറ്റ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? എന്തിനു കേൾക്കണം? കാരണം വിശുദ്ധ പുസ്തകത്തിൽ പറയുന്ന ജൂതന്മാരെ തുടച്ചു നിൽക്കണമെന്നാണ്. അപ്പൊ ആ പണി എളുപ്പമായില്ലേ? അപ്പൊ അവര് നാസികൾ ചെയ്തു കൊടുത്തു, ഹിറ്റ്ലർ ചെയ്തു കൊടുത്തു, ഇവർക്ക് വേണ്ടതൊക്കെ അയാൾ ചെയ്തു കൊടുത്തു എന്നുള്ളതാണ് ഇവരുടെ വിശ്വാസം. അപ്പൊ അന്ന് 2,16,000 ഒരാൾ പോലും തിരിച്ചു കിട്ടിയിട്ടില്ല. 16,000 ടീനേജ് കുട്ടികളെ ലേബർ ക്യാമ്പുകളിലേക്ക് വിട്ടു. ബാക്കി എല്ലാവരെയും ഉന്മൂലനം ചെയ്യുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് ആ കൂട്ടത്തിലല്ലെങ്കിലും ആൻ ഫ്രാങ്ക്, 15 വയസ്സുള്ള കുട്ടി, ഡയറി എഴുതിയിട്ടില്ലേ, ആൻ ഫ്രാങ്കിന്റെ ഡയറി, ക്ലാസിക്. ഇങ്ങനെ ആൻ ഫ്രാങ്കിന്റെ ഒക്കെ ചിത്രമല്ലേ നമ്മൾ ഓഷ്വിറ്റ്സ്, ജൂത കുഞ്ഞുങ്ങൾ, ഇതുപോലെ വേട്ടയാടപ്പെട്ടിട്ടുള്ള വേറെ ജനത ലോകത്തില്ല. അത് മാത്രമല്ല, ഇവിടെ കൊച്ചിയിൽ മുസ്ലിം ലീഗ് ഒരു പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം നടത്തി. അതിൽ നടത്തിയല്ലോ. കോഴിക്കോട് പലസ്തീൻ സ്ഥാനപതി വന്നു. കൊച്ചിയിൽ നടത്തിയ സമ്മേളനത്തിൽ ഒരു മുസ്ലിം മതപണ്ഡിതൻ ഹിറ്റ്ലർ ചെയ്തത് ശരിയാണെന്ന് പറഞ്ഞു. ഈ കാര്യം ഹിറ്റ്ലർ ചെയ്തതാണ് ശരി. 60 ലക്ഷം ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്തു എന്നുള്ളതാണ് ഹിറ്റ്ലർ ചെയ്തത് ശരി. ഹിറ്റ്ലർ അത് ചെയ്തത് ഞങ്ങളാണ് വരേണ്യർ, ഞങ്ങൾ ആര്യന്മാർ എന്ന് പറഞ്ഞിട്ടാണ്. കലർപ്പില്ലാത്ത ആര്യ രക്തം ഉണ്ടാവും. പറയുന്ന മൊല്ലാക്ക ബ്രാഹ്മിൻ ഹെജിമണിയും ശരിയാണെന്ന് പറയണം അല്ലേ? ഹെജിമണിയാണല്ലോ ഹിറ്റ്ലറും പറഞ്ഞത്. ഞങ്ങൾ വരേണ്യരാണ്, ഞാനും അതിൽപ്പെട്ടതാണ്, ആര്യന്മാർ ഇവിടെ മതി. വാസ്തവതൊന്നും അല്ലായിരുന്നു, ജൂതന്മാർക്കായിരുന്നു ബുദ്ധിയും വിവരമൊക്കെ. അതിലുള്ള അസൂയാണ്. ഈ ജർമ്മനിയിൽ അന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഐൻസ്റ്റീന്റെ നോബൽ സമ്മാനം കിട്ടാത്ത പ്രധാനപ്പെട്ട തിയറി ഓഫ് റിലേറ്റിവിറ്റി കണ്ടുപിടിക്കുന്നത്. തിയറി ഓഫ് റിലേറ്റിവിറ്റിയാണ് പുള്ളിയുടെ പ്രധാനപ്പെട്ട സംഗതി. അത് അതൊക്കെ കഴിഞ്ഞുള്ള കാര്യങ്ങൾക്കാണ് പുള്ളിക്ക് പിന്നെ നൊബേൽ സമ്മാനം കിട്ടിയിട്ടില്ല. അതിനൊന്നും കിട്ടിയില്ല. അപ്പം ജർമ്മനിയില്
മറ്റേ ഐൻസ്റ്റീനെ പോലുള്ള ആളുകളും ഒക്കെ ഉള്ള സമയത്താണ് ഇത് നടക്കുന്നത്. ഒരുമാതിരി ആളുകളൊക്കെ ജൂതന്മാരാണ്. കാൾ മാർക്സ് ജൂതനല്ലേ. പിന്നെ ജോലി കിട്ടാൻ വേണ്ടിയും ഭരണകൂടം ക്രിസ്ത്യൻ ആയതുകൊണ്ടും പിന്നെ കുടുംബം ക്രിസ്തു മതത്തിലേക്ക് ചേരുകയാണ്. ഒറിജിനലി അയാൾ ജൂതനാണ്. അതുകൊണ്ടാണ് അയാൾ ഈ വാഗ്ദത്ത ലോകം, ഇത് പറ്റിക്കാൻ വേണ്ടി എടുത്താണല്ലോ. ആ മതത്തിലുള്ള വാഗ്ദത്ത ലോകം എന്ന് പറഞ്ഞ സാധനം ഇങ്ങോട്ട് എടുത്ത് ഇങ്ങോട്ട് വെച്ചതാണ് അയാൾ പാല് മുഴുകുന്ന അല്ലേ എന്ന് പറഞ്ഞത്. പിന്നെ ഒക്ടോബർ 2-ാം തീയതി ഗാന്ധി ജയന്തി, ഗാന്ധിയും കൂടി ഏറ്റെടുക്കുക എന്നുള്ള മട്ടില് അന്ന് 18,000 പേര് എന്ന് പറഞ്ഞു. ഗാന്ധി ജയന്തി ആഘോഷമല്ല, 18,000 പേരുകൾ ഇസ്രായേൽ എന്ന് പറഞ്ഞിട്ട്. ജൂതന്മാരില്ലല്ലോ കേരളത്തില്. വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് മുസ്ലിങ്ങളാണ്. അപ്പോൾ മുസ്ലിം വോട്ട് ബാങ്കിനെ ലക്ഷ്യമാക്കി ചെയ്യുന്ന പൊറാട്ട് നാടകങ്ങളാണ് ഇതൊക്കെ. അങ്ങനെ ഒന്നാണ് ഇതും. പിന്നെ അവരെ സംബന്ധിച്ച് അവരുടെ വരിക്കാര് ഇങ്ങനെയാണ്, അവരെന്ത് പറഞ്ഞാലും വിശ്വസിക്കില്ല. മറ്റൊന്നുകൂടിയുണ്ട്, ഒക്ടോബർ 7-നാണ് വാർഷികം എന്ന് പറഞ്ഞാൽ ഹമാസിന്റെ കൂട്ടക്കൊല കൂടെ ഓർമ്മ വരും. അത് ചർച്ചയാവും. അത് ചർച്ച വരും. പിന്നീട് കൊല്ലപ്പെട്ട ഇപ്പൊ ഔദ്യോഗികമായിട്ട് പറയുന്ന 63,000 ഒക്കെ അതിൻ്റെ അകത്ത് വരും. കാരണം ഗാസയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഓർമ്മ വരും. ഗാസ ഇപ്പോ നെറ്റ്സാറിൻ കോറിഡോർ പിടിച്ച് 2ആയിട്ട് നിൽക്കും. ഹമാസ് ആണെങ്കിൽ തള്ളിക്കളഞ്ഞിരിക്കുന്നു. ട്രംപ് ആണെങ്കിൽ 2 സമാധാന പദ്ധതിയാണ് കാണിച്ചത്. ഹമാസിനെ കാണിച്ച ഒരെണ്ണം വേറെ, മുസ്ലിം രാജ്യങ്ങളെ കാണിച്ചത് വേറെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.